ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക ഒഴിച്ചേറി എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്താലോ. അതിനായിട്ടൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഒരല്പം കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് 5-6 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയുള്ളിക്ക് പകരം ഒരു സവാളയുടെ പാതി അരിഞ്ഞത് ചേർത്ത് കൊടുത്താലും മതിയാവും. എരിവിനനുസരിച്ച് 3 പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. സവാള ഒരുപാടൊന്നും വാടി കിട്ടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് വെണ്ടയ്ക്ക കഷ്ണങ്ങളാക്കി ഞുറുക്കിയത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം. ലോ ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത്. ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതും അതിലേക്ക് ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പോളം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടയ്ക്കയിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം. അരപ്പിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണോ വേണ്ടത് അതനുസരിച്ച് വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് 3 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ 3-4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വെണ്ടയ്ക്ക ഒഴിച്ചേറി നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ നല്ലൊരു ഒഴിച്ചേറിയാണ്. അതുപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.